ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻ ഹു ഹാസ് മാൻവ. അവിടെ കിടക്കുന്ന നമ്മുടെ MC-യുടെ അടുത്ത് സോംബയാഗ്ലി പറയുന്നു, നീ എന്നെ പറ്റിച്ചത് കാര്യങ്ങൾ വേഗം പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. നീ ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്തു എന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ MC പറയുന്നു, നിന്നെ പറ്റിച്ചെന്നോ? നീ എന്തായി പറയുന്നേ? നീ എന്നെ പറ്റിച്ചില്ലേ? നീ എന്തായി പറയുന്നേ? സത്യം പറഞ്ഞാ നീയല്ലേ എന്നെ പറ്റിച്ചത്? അതുകൊണ്ടല്ലേ നീ എന്റെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കാതോ? ഇവൻ ശരിക്കും ഒരു വിചിത്രമായ കുട്ടി തന്നെ. അപ്പോൾ MC, ഇതും ഫൈറ്റുമായിട്ട് എന്താ ബന്ധമുള്ളേ? ഞാൻ അപമാനിക്കപ്പെട്ടതും മരണത്തിന്റെ വക്കിൽ എത്തിയതും നിന്റെ പ്ലാനിൽ ഒരു കരിവായി ഉപയോഗിക്കപ്പെട്ടതും എല്ലാം എന്റെ സ്വന്തം കഴിവുകേട് കൊണ്ടാണ്. പക്ഷെ എന്നെ അലട്ടുന്നത് നമ്മുടെ പ്രാക്ടീസ് ഫൈറ്റ് ആണ്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിനക്ക് എന്നോട് വീണ്ടും ഫൈറ്റ് ചെയ്യണം? അതെ, വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും എനിക്കറിയാം നീ മാർഷൽ ആർട്സിൽ എന്നെക്കാളും ശക്തനാണെന്ന്. എനിക്ക് ആ ദിവസം സംഭവിച്ചത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ MC മനസ്സിൽ പറയുകയാണ്, അവനെ നോക്കൂ, അവൻ അറിയായിരുന്നു അവൻ എന്റെ കയ്യിൽ നൃത്തം ചെയ്യുമായിരുന്നു. പക്ഷേ എന്നിട്ടും അവന് എന്നോട് ഫൈറ്റ് ചെയ്യണമെന്ന്. അവൻ എന്തായാലും തല്ല് കൊള്ളാൻ വേണ്ടി മാത്രമായിട്ട് വന്നതല്ല. അപ്പോൾ MC പറയുന്നു, നീ ഇത് ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യും. എന്നാലും എനിക്ക് കുഴപ്പമില്ല. അടുത്തത് കാണിക്കുന്നത് അവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. അവൻ എന്നെക്കാളും 10 വർഷം യങ്ങറാണ്. അതിനർത്ഥം എന്നെ പോലെയുള്ള ഒരു 3rd ക്ലാസ് ഡിസിപ്ലിന് അവനെ ഒരു സ്വന്തം ഡിസിപ്ലിൻ ആയിട്ട് എടുക്കാൻ പറ്റിയ പ്രായം. എന്നിട്ടും എന്തുകൊണ്ടാണ് അവന്റെ അടുത്തു നിന്ന് ഇത്ര ഹെവി പ്രഷർ എനിക്ക് അനുഭവപ്പെടുന്നത്? ഏതാണ്ട് ഞാൻ എൽഡറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇവനെ പോലെ ഒരു ചെറിയ കുട്ടി പുറപ്പെടുവിക്കുന്ന ഒരു പ്രഷറാണോ ഇത്? ഇല്ലെങ്കിൽ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണോ? എനിക്കിത് എന്റെ സ്വന്തം കണ്ണുകളിൽ കൂടെ ഉറപ്പാകണം. അപ്പോൾ നമ്മുടെ MC മനസ്സിൽ പറയുകയാണ്, അവൻ ഭയപ്പെട്ടതായി തോന്നുന്നില്ലെങ്കിലും ഒരു കടുവയെ കണ്ടതുപോലെയാണ് അവൻ അവന്റെ കാവൽ ഉയർത്തിയിരിക്കുന്നത്. അവന്റെ സെൻസ് വളരെ സ്ട്രോങ്ങറാണ്. അവൻ പരിശീലിക്കും തോറും മറ്റുള്ളവരെക്കാൾ പല മടങ്ങ് മെച്ചപ്പെടും. ഒരുപക്ഷെ ഭാവിയിൽ സദേനെ സുപ്രീം സോളായി മാറിയേക്കാം. അപ്പോൾ ഞാൻ ഒരു പാഠം പഠിപ്പിക്കട്ടെ. അവിടെ നമ്മുടെ MC ആണ് കൈ നേടിയിട്ട് ബ്രിങ് ഇറ്റ്. അവിടെ സോംബയാഗ്ലി ആണെങ്കിൽ ഒരു സോഡ് ടെക്നിക് കാണിക്കുന്നു. ഇല്യൂഷൻ സോഡോ? സദേൻ സെറ്റ് എന്നോട്ടാണ് ഇല്യൂഷൻ സോഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ശ്രദ്ധിക്കൂ, എനിക്കറിയാം എന്റെ കഴിവുകേട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതൽ തന്നെ എന്റെ സകല ശക്തിയും ഉപയോഗിക്കുന്നു. ഞാൻ നിനക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നത് എന്റെ സെറ്റിന്റെ 12 മൂവ്മെന്റ് സ്നോ ഫ്ലവർ സോഡ് ടെക്നിക്കാണ്. പക്ഷെ നമ്മുടെ MC ആണ് ഇതൊക്കെ കണ്ടിട്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോംബയാഗ്ലിയാണ് നമ്മുടെ MC-നെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ MC-യുടെ കണ്ണുകളിൽ അപ്പുറം ഫുള്ള് ദേഷ്യമാണ്. MC ആണെങ്കിൽ ഒറ്റ അറ്റാക്കിൽ നമ്മുടെ സോംബയാഗ്ലിനെ തോൽപ്പിക്കുന്നു. സോംബയാഗ്ലിക്കാണ് ശരീരം മുഴുവൻ മുറിവുകളും ചോര തുപ്പുകയൊക്കെയാണ്. ഈ താഴെ വീഴുന്ന സോംബയാഗ്ലിനാണ് MC കോളറി പിടിച്ചിട്ട് പൊക്കിയിട്ട് പറയുന്നു, എടാ നായേ, നീ എവിടുന്നാ അത് പഠിച്ചേ? എവിടുന്നോ പഠിച്ചേന്നോ? നീ എന്തായി പറയുന്നേ? 12 മൂവ്മെന്റ് സ്നോ ഫ്ലവർ സോഡ് അല്ലേ? നിനക്ക് മറ്റുള്ളവരെ പറ്റിക്കാം, പക്ഷേ ഇത് എന്റെ അടുത്ത് വർക്കാവില്ല. കാരണം എനിക്ക് ആ സോഡായിട്ട് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഇത് മോൺഹുയുടെ യഥാർത്ഥ എസെൻസ് ഉൾക്കൊള്ളുന്ന 24 മൂവ്മെന്റ് പ്ലം ബ്ലോസം ടെക്നിക്കായ ഇൻഫിനിറ്റ് പ്ലം ബ്ലോസം. ആ ടെക്നിക്ക് മോൺഹു സെറ്റിൽ നിന്ന് തന്നെ ലോസ്റ്റ് ആയി. പക്ഷേ നീ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? MC-ക്കാണ് ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോംബയാഗ്ലിയാണ് അവിടെ ബോധം കിട്ടും വീഴാറാകുന്നു. അവൻ മനസ്സിൽ പറയുകയാണ്, ഇവനും ഞാനുമായിട്ടുള്ള വ്യത്യാസം ഇത്ര വലുതായിരുന്നോ? കണ്ടിട്ട് ഏതാണ് ഞാൻ ഒരു ഡീമനെ ഫേസ് ചെയ്യുന്ന പോലെ ഉണ്ട്. ഞാൻ മരിക്കാൻ പോകുന്നു. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സോംബയാഗ്ലി ബോധം കിട്ടു വരുന്നു. കണ്ണു ഓർക്കുന്നു. എന്റെ ഉള്ളിലെ പരിക്കുകൾ വേഗം സുഖം പ്രാപിക്കും. MC-നെ ഒന്ന് കണ്ണു ഞെട്ടിയിട്ട് MC പറയുന്നു, അതാണോ സദേനെ സെറ്റിന്റെ പുതിയ മാർഷൽ ആർട്സ് 12 സ്ട്രോക്ക് സ്നോ ഫ്ലവർ സോട്ട്? കേട്ടിട്ട് ഒന്ന് പേടിച്ചിട്ടാണെങ്കിലും ഒന്ന് പറയാണ്. അതെ, മോൺഹോ സെറ്റിലെ ആർക്കും ഈ സോക്കറ്റ് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് സദേൻ സെറ്റിന് ഉറപ്പായിരിക്കും ഇതോ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്ന്. അവർ മോൺഹോ സെറ്റിനെ പരിഹസിക്കുകയാണ്. ആരൊക്കെയാണ് ഇത് പഠിക്കുന്നത്? അത് 2nd ക്ലാസ് ഡിസിപ്പിൾസ്, അതിന് മുകളിലുള്ളവരും പഠിക്കും. അതിനർത്ഥം ഈ സോഡാർട്ട് 1st ക്ലാസ് 2nd ക്ലാസ് ഡിസിപ്പിൾസും പിന്നെ എൽഡേഴ്സും മാത്രമാണ് പഠിക്കുന്നതെന്നല്ലേ? ഞാൻ കേട്ടത് എൽഡേഴ്സ് ഈ സോഡാർട്ട് ഇതിലായിട്ടും പഠിച്ചിട്ടില്ലെന്നാണ്. അതുകൊണ്ട് ആൾക്കൂടെ ഇത് പഠിച്ചേക്കുന്നത് 1st ക്ലാസ് ഡിസിപ്പിളും 2nd ക്ലാസ് ഡിസിപ്പിളും മാത്രമാണ്. എൽഡേഴ്സ് ഇത് പഠിച്ചിട്ടില്ലെന്നല്ലേ? അപ്പം ഇത് കണ്ടുപിടിച്ച എൽഡർ അവർക്ക് താഴെയുള്ള 1st ക്ലാസ് ഡിസിപ്ലിന് പഠിപ്പിച്ചു കൊടുത്തു. അതിനർത്ഥം ഈ സോഡാർട്ട് കംപ്ലീറ്റ് ചെയ്തവൻ ആ സദേൻ സെറ്റിൽ തന്നെ ഉണ്ടെന്ന്. ഇതൊക്കെ നമ്മുടെ MC ദേഷ്യത്തോടെ പറയുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനൊന്നുമില്ല. അടുത്തത് കാണിക്കുന്നത് പാസ്റ്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് മോൺഹോ സെറ്റിനെ ഹെവിലി ഡീമൻ അറ്റാക്ക് ചെയ്തപ്പോൾ മിക്ക ആളുകളും മരിച്ചു കാണും. ബാക്കി വന്നവരാണെങ്കിൽ കുട്ടികളും. ആ സമയത്തായിരിക്കും അവരുടെ ഹെൽപ്പ് അവർക്ക് കിട്ടിയത്, ദ സദേൻ സെറ്റ്. പക്ഷേ ഇതും പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഹെവിലി ഡീമൻ സെറ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ അവരെ ക്രിട്ടിസൈസ് ചെയ്തേനെ. പക്ഷേ അവരാണെങ്കിൽ സഹായിക്കുമെന്ന പേരിൽ മോൺഹോയുടെ മാർഷൽ ആർട്സ്
സെറ്റ്സ് മോഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. ചിലപ്പോൾ മോൺകോസെറ്റിന് തീയിട്ടത് ഹെവൻലി ഡിമൺ സെറ്റ് ആയിരിക്കില്ല. 100 വർഷം മുമ്പ് ഞങ്ങൾ ജീവൻ പണയം വെച്ച് ജിയാൻഹുവിനെ രക്ഷിച്ചു. എന്നാൽ അവരാണെങ്കിൽ ആ ഹെൽപ്പ് റീപേ ചെയ്യുന്നതിന് പകരമായിട്ട് ഞങ്ങളെ എനിമീസ് ആയിട്ട് കൊണ്ടു. അതിനുമുപരി അവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് മോൺഹുസെറ്റിന്റെ മാർഷൽ ആർട്സിൽ ബേസ് ചെയ്ത് പുതിയ മാർഷൽ ആർട്സ് നിർമ്മിക്കാനും പിന്നെ മോൺഹുസെറ്റിനെ കളിയാക്കാൻ വേണ്ടി അതിന് സ്നോ ഫ്ലവർ എന്ന് പേരിടുകയും ചെയ്തു. MC അവിടെ നിന്ന് പതിയെ എണ്ണീറ്റിട്ട്, നീ അത് പഠിക്കില്ല. പഠിക്കല്ലെന്നോ? എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞത് കേട്ടാ മതി നീ എന്നും പറഞ്ഞത് MC ആണെങ്കിൽ അവനെ തലക്കെട്ട് ഒരടി കൊടുത്തു. പിന്നെ MC പറയുന്നു, ഈ മാർഷൽ ആർട്സ് നിനക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. എന്ത്? അപ്പൊ MC മനസ്സിൽ, ഇവൻ സദേനേറ്റ് സെറ്റിന്റെ പാർട്ടായിട്ട് ഇവനെ എനിക്ക് അടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇവൻ കാരണമാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. എന്നിട്ട് MC പറയുന്നു, സദേനേറ്റ് സെറ്റിന്റെ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ബേസിക്സിലും ബാലൻസ്ഡ് മാനറിലുമാണ്. അത് കൂടുതൽ ട്രെയിൻ ചെയ്യുന്നതോറും കൂടുതൽ സ്ട്രോങ്ങർ ആയി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ടെക്നിക്ക് ആണെങ്കിൽ നേരെ വ്യത്യസ്തവുമാണ്. നിനക്ക് സദേനേറ്റ് സെറ്റിലെ മാർഷൽ ആർട്സ് മാസ്റ്റർ ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുക. മനസ്സിലായില്ലേ? പക്ഷെ സോംബിയാഗ്ലിക്ക് ആണെങ്കിൽ ഇതൊന്നും മനസ്സിലായില്ല. അപ്പം MC തലയെ കൈവച്ചുകൊണ്ട്, സദേനേറ്റ് സെറ്റിലെ ഒരാൾക്ക് എങ്ങനെയാണ് അവരുടെ സ്വന്തം മാർഷൽ ആർട്സ് പോലും അറിയത്തില്ലാത്തത്? അവിടെ കുറെ മൂവ്സ് ഉണ്ടായിട്ടും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് ആ ഫ്ലാഷിയും ഫുൾ ഓഫ് ട്രാൻസാക്ഷണൽ സ്റ്റെപ്പും ഉള്ള ടെക്നിക്ക്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ MC മനസ്സിൽ പറയുകയാണ്, ഒരു മിനിറ്റ്, ചിലപ്പോൾ ഇതിനെല്ലാം കാരണം ഞാനായിരിക്കുമോ? കാരണം ഞാൻ ആ സദേനേറ്റ് സെറ്റിനെ പറ്റുമ്പോഴൊക്കെ ബീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്കില്ലിൽ പ്രൗഡായിട്ടുള്ള സദേനേറ്റ് സെറ്റുകാർക്ക് അവരുടെ സ്കില്ലിൽ തന്നെ ഡൗട്ട് വന്ന് കാണും. പക്ഷെ ആ മണ്ടന്മാര് ഒന്നും മാർഷൽ ആർട്സിലല്ല കാര്യം, അത് ഉപയോഗിക്കുന്ന ആളിലാണ്. അവർക്ക് എങ്ങനെയാണ് ഇതുപോലും അറിയത്തില്ലാത്തത്? ഇപ്പൊ ഇവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് ഇതും പറഞ്ഞ നമ്മുടെ MC പുറത്തേക്ക് പോകുന്നു. അപ്പം സോംബാഗ്ലി, ഒരു മിനിറ്റ്. അപ്പൊ MC, ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്ക്. നീ മാത്രമാണ് നിന്റെ പാർട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ എന്റെ വാക്കുകളൊക്കെ നീ കേൾക്കണോ വേണ്ടതൊക്കെ അത് നിന്റെ ഇഷ്ടം. ഇതൊക്കെ കേട്ടിട്ട് സോംബാഗ്ലി അവിടെ നിന്ന് എണീറ്റിട്ട്, നിങ്ങളുടെ ഗൈഡൻസിന് വളരെ നന്ദിയുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമ്മുടെ MC അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ സോംബാഗ്ലി, ഇതിപ്പോൾ ഞാനൊരു ഡേറ്റിനെ കണ്ട പോലെയുണ്ട്. അന്റെ MC പുറത്ത് നിന്നിട്ട് പറയുക, ഇതിപ്പോ ഞാനാണെങ്കിൽ സദേനേറ്റ് സിറ്റിയിൽ പോയിട്ട് എല്ലാം ഡിസ്ട്രോയ് ചെയ്തേനെ. കണ്ടില്ലേ സീനിയർ ബ്രദർ, അത് നന്ദി കേട്ടവൻ വരെ എന്താ ചെയ്തെന്ന്. ഇത് ഞാൻ ഓവർലുക്ക് ചെയ്യണം. അപ്പം സീനിയർ, ഇത് ഓവർലുക്ക് ചെയ്യാതെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സീരിയസ്ലി ഞാൻ പണ്ടത്തെ എത്ര സ്ട്രോങ് ആയിരുന്നെങ്കിൽ. മറ്റേ MC പറയാം, എനിക്കിത് വെറുതെ വിടാൻ പറ്റില്ല, എനിക്ക് സ്ട്രോങ്ങർ ആകണം. ജിയാൻഹു എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് അധികാരമുള്ള സ്ഥലമാണ്. എന്നിട്ട് MC, നീയൊക്കെ തെറ്റായ ആളുടെ അടുത്താണ് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മോൺഹുസെറ്റാണ്. അവിടെ നമ്മുടെ 2 സീനിയർ ബ്രദേഴ്സ്. അവന് എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. 7 ദിവസമായിട്ടും വരാത്തില്ല. അവന് പ്രത്യേകിച്ച് ആക്സിഡന്റ് ഒന്നും വന്നു കാണില്ലായിരിക്കും. അവന് എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. ഇതൊക്കെ പേടിച്ചോണ്ടാണ് പറയുന്നത്. ആ കാരണം എൽഡേഴ്സും അംഗീകരിക്കണം. ലീഡറാണെങ്കിൽ യോഗനെ ഒന്നര വിളിച്ചേക്കുന്നു. നമുക്ക് എന്തായാലും പ്രശ്നമൊന്നും കാണില്ലായിരിക്കും അല്ലേ? അവിടെ ഫിനാൻസ് ലീഡർ യുയാങ്, അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇതിപ്പോ 7 ദിവസം അവനെ കാണാതായിട്ട് ആരുടെയും ഒരു പെർമിഷൻ ഇല്ലാതെ വെളിയിൽ പോയിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ നമ്മുടെ സെക്ടിനെ റെസ്പെക്ട് ചെയ്യുന്നത് എന്നാൽ ലക്കീറിനോട് പറയുന്നു. അപ്പോൾ യോങ്സാങ് ആണെങ്കിൽ നമ്മുടെ എൽഡറിനോട് ശാന്തനാകാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവന് ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കാണുന്നു. അപ്പം എൽഡർ, അവൻ മോൺഹുസെറ്റിലായിരുന്നെങ്കിൽ എന്തെങ്കിലും പറ്റുമായിരുന്നോ? ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവന്റെ തെറ്റാണ് മോൺഹുസെറ്റിൽ നിന്ന് വെളിയിൽ പോയത്. എന്നിട്ട് യോങ്സാങ് പറയുന്നു, ചിലപ്പോൾ അവന് കാല് വഴുതി കാണും. നമുക്ക് മൗണ്ടൻസ് സെർച്ച് ചെയ്യണ്ടേ? അപ്പോൾ സെറ്റ് ലീഡർ, അത് ശരിയാണ്, നമുക്ക് അപ്പോൾ ആ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എൽഡർ, സെറ്റ് ലീഡർ, നിങ്ങൾ എന്തിനാണ് അവൻ അങ്ങനത്തെ പെർമിഷൻ കൊടുത്ത് വെളിയിൽ പോകാൻ വേണ്ടി? സെറ്റ് ലീഡർ, അപ്പോൾ അത് അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. സെറ്റ് ലീഡർ, അതൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഇഷ്യൂ നമ്മുടെ സെറ്റിന്റെ ഫൗണ്ടേഷൻ ഷെയ്ക്ക് ചെയ്യാം. എന്നോട്ടാണ് മോൺഹുസെറ്റ് ഒരു കുട്ടിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാൻ തുടങ്ങിയത്? അതും അവൻ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ പോലുമില്ല. റെപ്യൂട്ടബിൾ ഫാമിലി തന്നെയാണെങ്കിലും അവനൊരു കുട്ടിയായിട്ടേ കരുതുള്ളൂ. അപ്പോൾ സെറ്റ് ലീഡർ ആണ് ദേഷ്യത്തോടെ, ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. കണ്ട് പേടിച്ചിട്ട് എൽഡർ ആണെങ്കിൽ, എന്നോട് ക്ഷമിക്കണം, പറഞ്ഞത് കൂടിപ്പോയി. എന്നിട്ട് സെറ്റ് ലീഡർ മനസ്സിൽ പറയുകയാണ്, ഞാൻ അവനെ തെറ്റായിട്ടാണ് കരുതിയത്. ആ കുട്ടി ചൂമിങ് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ചെന്ന് ചാടുന്നവനല്ല. അപ്പം അവിടുത്തെ എൽഡർ, അപ്പോൾ യൂബൻ, ഞാൻ ഗ്രൂപ്പ് ഓഫ് ഡിസിപ്പിളിനെ വെച്ച് ആ മൗണ്ടൈൻ ഫുള്ള് സെർച്ച് ചെയ്യാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് അവനെത്തി. എല്ലാരും ഇതൊന്ന് കേട്ട് ഞെട്ടിട്ട് ചോദിക്കുന്നു, ആരെത്തിന്ന്? സെറ്റ് ലീഡർ, ചൂമിയും സെറ്റിലേക്ക് വരുന്നു. ചൂമിയും വരുന്നു, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് സെറ്റ് ലീഡർ, അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് സെറ്റ് ലീഡർ അങ്ങോട്ട് പോകുന്നു. അപ്പം എൽഡർ, സെറ്റ് ലീഡർ ഒരു മിനിറ്റ്. എന്ത് പറ്റി? സെറ്റ് ലീഡർ, എനിക്കറിയാം നിങ്ങൾ അവനെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. കാരണം അവൻ നമുക്ക് വേണ്ടി കുറെ അധികം ചെയ്തിട്ടുണ്ട്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മൾ റിവാർഡ്സും പണിഷ്മെന്റും ശരിയായിട്ട്
നൽകണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അവരെ നേർവഴിക്ക് നടത്തുകയും ചെയ്യണം. അവൻ തെറ്റ് ചെയ്തിട്ടും അവന് പണിഷ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവന് മനസ്സിലാവില്ല അവൻ എന്തായിരുന്നു തെറ്റ് ചെയ്തതെന്ന്. നമ്മൾ അവൻ്റെ അടുത്ത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കണം. സെക്ലിയർ ഇതൊന്ന് കേട്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ അതെനിക്ക് അറിയില്ലെന്ന്? വിഷമിക്കണ്ട, ആ കുട്ടി സേഫ് ആണെങ്കിൽ അവന്റെ ഈ ഫ്രീഡം ഈ സെറ്റിനുള്ളിൽ മാത്രമേ റെസ്ട്രിക്ട് ചെയ്യാം. പെട്ടെന്ന് യുവൻ പറയുന്നു. അത് മാത്രം പോരാ, ഓർഡേഴ്സ് ലംഘിക്കുകയും തിരിച്ചു വരാത്തതൊക്കെ സീരിയസ് ആയിട്ടുള്ള വയലേഷൻ ആണ്. കുറഞ്ഞത് 6 മാസമെങ്കിലും അവനെ റിപ്പൻഡൻസ് വിങ്ങിൽ തടങ്കിലാക്കണം. 6 മാസവും യോവൻ അവൻ വെറും ഒരു 3rd ക്ലാസ് ഡിസിപ്പിൾ ആണ്. അപ്പോൾ യോവൻ അവൻ ഇപ്പോൾ 2nd ക്ലാസ് ഡിസിപ്പിൾ ആണെങ്കിൽ പണിഷ്മെന്റ് കൂടിയനെ. സെക്ലിയർ, നിങ്ങൾ ഇപ്പൊ ഈ പണിഷ്മെന്റ് അവന് കൊടുത്തില്ലെങ്കിൽ ക്യൂമിയുടെ പണിഷ്മെന്റ് ഞാൻ സ്വയം ഏറ്റെടുക്കും. സെക്ലിയർ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്? യെസ് സെക്ലിയർ. ഇതെല്ലാം കേട്ടിട്ട് സെക്ലിയർ ശരി. എന്നിട്ട് ആ എൽഡേഴ്സും സെക്ലിയറും എല്ലാം നമ്മുടെ ചൂമിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചൂമിയും ഞാൻ സെക്ലിയറിനെ ഗ്രീറ്റ് ചെയ്യുന്നു. ചൂമിയും സെക്ലിയർ, നിനക്ക് മൗൺഹോസെറ്റ് ലീവ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പോഴല്ല എനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഒരു 3rd ക്ലാസ് ഡിസിപ്പിൾ ആയിട്ട് ഒരു ശരിയായ കാരണം പറയാൻ പറ്റിയില്ലെങ്കിൽ പണിഷ്മെന്റിന് തയ്യാറായിക്കോ? അപ്പോൾ സെക്ലിയർ, നീ കാരണം പറ, പക്ഷെ ഇവിടെ ഞങ്ങളെ ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് ഉറപ്പാണ്. അപ്പൊ MC അത് അപ്പോൾ ആ മെപ്പോ അടുത്തുണ്ടായിരുന്ന എൽഡറാണ് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ അവയൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചു. എൽഡേഴ്സ് എല്ലാം അങ്ങോട്ട് നോക്കിയപ്പം അവിടെ നമ്മുടെ മാസ്റ്റർ വാങ് എന്നിട്ട് മാസ്റ്റർ വാങ് പറയുന്നു, നിങ്ങൾക്കെല്ലാം എങ്ങനെയുണ്ട്? അവിടെ സെക്ലിയർ, സാർ വാങ്, ഒരുപാട് നാളായില്ല നമ്മൾ കണ്ടിട്ട്. ഞങ്ങൾക്ക് കിട്ടിയ ലെറ്റർ അനുസരിച്ച് നിങ്ങൾക്ക് സുഖമില്ലെന്നാണല്ലോ കേട്ടെ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ? ഓ, അതിന് കാരണമെല്ലാം ഈ യങ് ടൂറിസ്റ്റ് ആണ്. അവൻ കാരണം ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവനോട് ദേഷ്യപ്പെടല്ലേ സെക്ലിയർ. ക്ഷമിക്കണം, അവൻ എന്നെയും ഏൻഹോ മർച്ചൻ ഗിൽഡിനെയും രക്ഷിച്ചു. അപ്പം സെക്ലിയർ ആണ് നമ്മുടെ MC-നെ നോക്കി. MC ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അടുത്ത് കാണിക്കുന്നത് MC അവിടെ മുട്ടുകുത്തി കൈപൊക്കി നിൽക്കുന്നതാണ്. നീ സർ വാങ്ങിനെ എങ്ങനെ ക്യൂർ ചെയ്തെന്ന് ഡീറ്റെയിൽ ആക്കി പറയാമോ? ഇതെന്നാൽ 5 എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അതിൽ ഡെഡ്ലി ആയിട്ടുള്ള പോയിസൺ ഉണ്ട്. നിങ്ങൾക്കറിയത്തില്ലേ, ഞാൻ നേരത്തെ ബഗറായിരുന്നു. ഈ ബഗേഴ്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയിസൺ ഉണ്ടാകും. അവരെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടഡ് റാഡിഷ് കൊടുക്കാമെന്നായിരുന്നു. ഇത് പ്രശസ്തമായ ഡോക്ടേഴ്സിന് പോലും അറിയത്തില്ല. അപ്പോൾ നീ പറയുന്നത് ഫൈൻ പ്ലാന്റ് വഴി പോയിസൺ ആയിരുന്നു എന്നാണോ? അതെ, സിംറ്റംസ് എല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഈ ഗ്രൗണ്ടഡ് റാഡിഷ് ഫീഡ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ റിക്കവർ ആവുകയും ചെയ്തു. അപ്പോൾ യൂങ്സൺ, ഞാനും കേട്ടിട്ടുണ്ട് ഇതുപോലെ പോയിസിനെ കുറിച്ച് അറിയാം. അതെയോ? അപ്പം ചുമ്മിൻ പറയുന്നത് സത്യമാണെന്നാണോ? അപ്പം MC മനസ്സിൽ നിങ്ങൾക്ക് ഏത് ബഗറിന്റെ അടുത്തും ചോദിക്കാം, കാരണം ഇതെല്ലാം ഞാൻ പണ്ടത്തെ വാറി എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആരോർത്തു ഇങ്ങനെയെല്ലാം സംഭവിച്ചു? ഇത് കാരണമായിരുന്നു ഇത്ര നാളും വരാൻ പറ്റാതിരുന്നത്. സെല്ലിട, ഇവൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ നമ്മൾ അവനെ റിവാർഡ് ചെയ്യണം, പണിഷ്മെന്റ് അല്ല കൊടുക്കേണ്ടത്. ശരിയാണ്. അപ്പം വേണ്ട സെല്ലിട, അത് ശരിയല്ല. ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതാണെങ്കിലും അവൻ നിങ്ങളുടെ ഓർഡർ ലംഘിച്ചു, അത് തെറ്റാണ്. ഇത് കറക്റ്റായി ഡീൽ ചെയ്യും സെല്ലിട. കറക്റ്റായിട്ട് ഡീൽ ചെയ്യും. എന്റെ ഓർഡേഴ്സ് ഒരു ജീവനേക്കാളും പ്രധാനമാണോ? ഒരാളെ മരിക്കാൻ വിട്ടിട്ട് തിരിച്ചു വരുന്ന ഡിസിപ്ലിനെ ഞാൻ പ്രശംസിക്കണോ? അത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം വേറെന്താണ്? ഇതെല്ലാം കേട്ടിട്ട് എൽഡർ എന്നോട് ക്ഷമിക്കാം സെല്ലിട. എന്നിട്ട് എൽഡർ മനസ്സിൽ, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു അറ്റ് സെറ്റിലിയറാണെങ്കിൽ അതിന് ദേഷ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എൽഡേഴ്സിന് ക്യൂമിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് സെറ്റിലിഡൊന്നും നേരത്തെ തന്നെ മനസ്സിലായി കാണും. സെറ്റിലർ അവിടെ നിന്ന് എണീറ്റിട്ട് ചൂമും ഇങ്ങനെ തലയെ കൈ വെച്ചിട്ട് ഗ്രേറ്റ് ജോബ്. അപ്പം MC മനസ്സിൽ, ഇവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്ന് പറയുന്നു. എന്നിട്ട് യെസ് സെറ്റിലിഡ. അടുത്തത് കാണിക്കുന്ന അവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ മർച്ചന്റ് വാങ്ങും എൽഡേഴ്സും ഒക്കെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മുടെ മർച്ചന്റ് വാങ്ങ് പറയുന്നു, ഇപ്പോൾ ഈഗോ മർച്ചന്റ് ഗിൽഡിന് മൗൺഹോ ആയിട്ടോ ഏറ്റവും വലിയൊരു കടമുണ്ട്. ഇതിനെല്ലാം കാരണം ഈ ചൂമിങ്ങാണ്. ഈ യങ് ടൂറിസ്റ്റ് ആ ക്രെഡിറ്റ് മൊത്തം മൗൺഹോയ്ക്കുന്നില്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് മൗൺഹോ സെറ്റിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്ത്? മൗൺഹോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ? ഓ, ഇൻവെസ്റ്റിംഗ് ഒരു ശരിയായ വാക്കല്ല. സപ്പോർട്ട് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനൊരു റിട്ടേൺസ് കാണും, പക്ഷേ സപ്പോർട്ടിന് അതില്ല. ശരിയല്ലേ? അപ്പം സെറ്റിലിട, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും ചെയ്തതിന് തന്നെ വളരെ നന്ദിയുണ്ട്. ഇതും അപ്പം നമ്മുടെ മർച്ചന്റ് പറയുന്നു, സെറ്റിലിട, ഞാൻ സപ്പോർട്ട് മാത്രമല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ലായിരുന്നു. ഞാൻ എനിക്കുള്ളതെല്ലാം മൗൺഹോ സെറ്റിലിടുന്നു. നമുക്കിതെല്ലാം പതിയെ തീരുമാനിക്കാം. അപ്പം സെറ്റിലിട, വളരെ നന്ദിയുണ്ട് സർബ. എന്നിട്ട് MC-യോട് പറയുന്നു, ഈ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലെന്ന്. സെറ്റിലർ ചിരിച്ചോണ്ട് പറയുന്നു. എന്നിട്ട് സെറ്റിലിട ഫിനാൻസ് വീട്ടറിനോടും യുവാനോടും നിൽക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പൊക്കോളം പറയുന്നു. സെറ്റിലിട. എന്നിട്ട് എൽഡർ നമ്മുടെ MC-യുടെ പുറത്തുണ്ട് വലിച്ചടിച്ചിട്ട്, നീ വലിയ കാര്യമാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര വലിയ കാര്യമാണ് ചെയ്തതെന്ന്. എന്താ പറയുന്നത്? നിനക്ക് തോന്നുന്നില്ലെന്നോ? ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് നീ ഒരാളെ രക്ഷിച്ചു എന്ന് പറയുന്നത്. അതിന് ഉപരിയായിട്ട് നീ രക്ഷിച്ചതാണെങ്കിൽ സർ വാങ്ങിനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എൽഡർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു. അപ്പം അവിടേക്ക് നമ്മുടെ ബോർഡിംഗ് ഹൗസ് അഡ്വൈസ് ബോർഡിംഗ് ഹൗസ് അഡ്വൈസർ, എനിക്കറിയാം നീ വലിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന്. എന്നിരുന്നാലും നിനക്കിത് കുറച്ചുകൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യായിരുന്നു. ഏറ്റവും പ്രധാനം നീ ആരോടും പറയാതെ മൗൺഹോ വിട്ടുപോയി. ആ കാര്യത്തിൽ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ MC, ആ സിറ്റുവേഷൻ അത്ര അർജന്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ല.
എന്നിട്ട് ഒപ്പം തന്നെ നീ സെക്യൂറിന്റെ ഓർഡേഴ്സ് ഡിസബിൾ ചെയ്തു. എനിക്ക് എപ്പോഴും ഈ എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ എൻസിയാണ് തലച്ചേറാനും തലമൊക്കെ നോക്കി ഇപ്പം ഗ്രേസ് സുഖം ചെറുതായിട്ട് ചിരിക്കുന്നു. എന്നിട്ട് പുള്ളിയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല മൗണ്ട് ഹോസെറ്റിന് ഭാഗ്യം വന്നു തുടങ്ങി. ഇനി നല്ല കാര്യങ്ങളെ നടക്കുള്ളൂ. നമ്മുടെ എം സി മാൻസി മൗണ്ട് ഹോസെറ്റിന്റെ ഭാഗ്യവും ഇതിനെല്ലാം കാരണം ഞാനാണ്. ഇനി എന്നാണ് ഇവരെയും വെച്ച് ഈ സെറ്റ് റിവൈവ് ചെയ്യുന്നത്? എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ചിരിച്ചിട്ട് എം സി പറയുന്നു, സീനിയർ ബ്രദർ എന്റെ പുറം വേദന എടുക്കുന്നു.